പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ഓരോരുത്തരെയും കൊമേഴ്സ് ട്യൂട്ടർ വീഡിയോസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ക്ലാസ് 12 കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിലെ രണ്ടാമത്തെ ചാപ്റ്റർ സ്പ്രെഡ്ഷീറ്റ് ഈ പാഠത്തിൻ്റെ 9ാം ഭാഗത്തേക്കാണ് കടക്കുന്നത്. പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ആദ്യമായിട്ട് ടെസ്റ്റ് ഫങ്ഷൻസിനെ കുറിച്ചാണ് കാണുന്നത്. ലിബ്ര ഓഫീസ് കാൽക്കിലെ ടെസ്റ്റ് ഫങ്ഷനുകളെക്കുറിച്ചാണ് ആദ്യമായിട്ട് നമ്മൾ കാണുന്നത്. 5ാമത്തെ കാറ്റഗറി ഓഫ് ഫങ്ഷൻസ് ആയിട്ടാണ് നമ്മളിവിടെ ടെക്സ്റ്റ് ഫങ്ഷൻസ് ചർച്ച ചെയ്യുന്നത്. ദീസ് ഫങ്ഷൻസ് ആർ യൂസ്ഡ് ഫോർ ക്രിയേറ്റിംഗ് ഓർ മോഡിഫൈയിങ് ദ ഡേറ്റ എൻറ്റേർഡ് ഇൻ സെൽസ് ടു എ റിക്കോർഡ് ടെക്സ്റ്റ് ഫോർമാറ്റ്. അപ്പോൾ നൽകിയിരിക്കുന്ന ഡേറ്റയെ, ഒരു സെല്ലിലുള്ള ഡേറ്റയെ നമ്മൾ മുൻകൂട്ടി നൽകുന്ന ടെക്സ്റ്റ് ഫോർമാറ്റിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ടെസ്റ്റ് ഫങ്ഷനുകൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ലിബ്ര ഓഫീസ് കാൽക്കിൽ ലഭ്യമായിട്ടുള്ള 2 പ്രധാനപ്പെട്ട ടെക്സ്റ്റ് ഫങ്ഷൻസാണ് ടെക്സ്റ്റും കോൺകാറ്റിനേറ്റും. ഈ 2 ടെക്സ്റ്റ് ഫങ്ഷൻസാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ആദ്യമായിട്ട് നമുക്ക് ടെക്സ്റ്റ് എന്നുള്ള ഫങ്ഷൻ നോക്കാം. ഇറ്റ് കൺവേർട്സ് എ ന്യൂമറിക്കൽ വാല്യൂ into text of given format. This function helps to display numbers in a more readable format. നമ്മൾ നൽകുന്ന നമ്പറുകളെ കുറച്ചുകൂടി ആകർഷകമായ രീതിയിൽ കൂടുതൽ റീഡബിൾ ഫോർമാറ്റിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ടെക്സ്റ്റ് ഫങ്ഷൻ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് സിൻടാക്സ് ഈസ് ഈക്വൽ ടു ടെക്സ്റ്റ് ബ്രാക്കറ്റിൽ നമ്പർ കോമ ഫോർമാറ്റ്. ടെക്സ്റ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. നമ്മൾ നൽകുന്ന ഫോർമാറ്റിൽ നൽകുന്ന നമ്പറിനെ നമ്മൾ നിശ്ചയിക്കുന്ന ഫോർമാറ്റിലേക്ക് മാറ്റുന്നു എന്നുള്ളതാണ് ഈ ടെക്സ്റ്റ് ഫങ്ഷൻ്റെ പ്രത്യേകത. സിൻടാക്സിൽ സൂചിപ്പിച്ചിരിക്കുന്നത് പോലെ ഫോർമാറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ടെക്സ്റ്റിനെ ആ നമ്പറാണ് നമ്മൾ നൽകുക. അത് ഏത് ഫോർമാറ്റിലേക്കാണോ മാറ്റേണ്ടത് ആ ടെക്സ്റ്റാണ് രണ്ടാമതായിട്ട് നൽകേണ്ടത്. ഉദാഹരണങ്ങളിലൂടെ നമുക്ക് കൂടുതൽ വ്യക്തമാക്കാം. അവിടെ ആദ്യത്തെ കോളത്തിൽ നമ്പറാണ് നൽകിയിരിക്കുന്നത്. നമ്മൾ കൺവേർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നമ്പറാണ് നൽകിയിരിക്കുന്നത്. അവിടെ ഏത് ഫോർമാറ്റിലേക്കാണ് മാറ്റേണ്ടതെന്ന് നമ്മൾ ഫോർമുലയിൽ നൽകിയിരിക്കുന്നു. 545.5 എന്നുള്ളതിനെ റുപ്പീസ് സിമ്പിൾ ആഡ് ചെയ്തുകൊണ്ട് 2 ദശാംശ സ്ഥാനങ്ങൾ നൽകേണ്ട രീതിയിൽ ഫോർമാറ്റ് നൽകുന്നു. അപ്പോൾ ഉദാഹരണമായി A2ലാണ് അവിടെ 545.5 എന്നുള്ള ആ നമ്പർ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഈക്വൽ ടു ടെക്സ്റ്റ് ബ്രാക്കറ്റിൽ നമ്മൾ A2 എന്നുള്ള സെൽ റെഫറൻസ് കൊടുത്തു. അതിന് റുപ്പീസ് സിമ്പിൾ ആഡ് ചെയ്തുകൊണ്ട് പൈസയുടെ 2 ദശാംശ സ്ഥാനങ്ങൾ ഉൾപ്പെടുത്തി ഒരു ഫോർമാറ്റിലേക്ക് മാറ്റുകയാണ് നമ്മൾ ചെയ്യുന്നത്. അവിടെ നമ്പർ ടെക്സ്റ്റ് ഫോർമാറ്റിലേക്ക് മാറുകയാണ് ചെയ്യുക. അവിടെ നമുക്ക് റിസൾട്ട് അപ്പോൾ റുപ്പീസ് സിമ്പിൾ ആഡ് ചെയ്തുകൊണ്ട് 545.50 കിട്ടി. അവിടെ ആ സെല്ലിൽ ലെഫ്റ്റ് അലൈൻമെൻറ്റ് നമുക്ക് കാണാൻ കഴിയും. കാരണം ആ നമ്പർ എന്തായി മാറി? ടെക്സ്റ്റായിട്ട് മാറി. അതുകൊണ്ടാണ് അതിൻ്റെ അലൈൻമെൻറ്റിൽ മാറ്റം വന്നിരിക്കുന്നത്. അതൊരു ടെക്സ്റ്റ് ഡേറ്റയായിട്ട് മാറി. മറ്റൊരു എക്സാമ്പിൾ നൽകിയിരിക്കുന്നത് 11/22/020. ആ ഒരു സംഖ്യയെ നമ്മൾ ഒരു ഡേറ്റ് ഫോർമാറ്റിലേക്ക് മാറ്റാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. ഈക്വൽ ടു ടെക്സ്റ്റ് A3യിലാണ് ആ നമ്പർ ഉള്ളത്. അത് നൽകേണ്ട ഫോർമാറ്റ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു ഡേറ്റ് ഫോർമാറ്റിലേക്ക് അതിനെ മാറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് കൊട്ടേഷനിലാണ് നൽകിയിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അവിടെ ഫോർമാറ്റ് നമ്മൾ, കാരണം ടെക്സ്റ്റിൻ്റെ ഫോർമാറ്റാണ് നൽകുന്നത്, അതുകൊണ്ട് അത് കമ്പ്യൂട്ടറിന് റീഡബിൾ ആകണമെങ്കിൽ അതിനെ കൊട്ടേഷനിൽ വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ A3 കൊട്ടേഷനിൽ ആ ഡേറ്റ് ഫോർമാറ്റ് നമ്മൾ നൽകി. അപ്പോൾ കിട്ടിയ റിസൾട്ട് അവിടെ C3യിൽ നൽകിയിട്ടുണ്ട്. 1/12/2020 എന്നുള്ള ഡേറ്റ് ഫോർമാറ്റിലേക്ക് നമുക്കതിനെ കൺവേർട്ട് ചെയ്യാൻ കഴിഞ്ഞു.
അടുത്തൊരു എക്സാമ്പിൾ 0.545 എന്നുള്ളതിനെ നമ്മൾ പെർസെൻറ്റേജ് ഫോർമാറ്റിലേക്ക് മാറ്റാൻ ഉദ്ദേശിക്കുന്നു. 0.0% എന്നാക്കണം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ അവിടെ അതിനെ 54.5% എന്നുള്ള രീതിയിലേക്ക് കൺവേർട്ട് ചെയ്തു, റിസൾട്ട് ലഭിച്ചു. അതുപോലെ അടുത്തായിട്ട് A5 നൽകിയിരിക്കുന്നൊരു ഫോൺ നമ്പറാണ്. ആ ഫോൺ നമ്പറെ നമുക്ക് കൺവേർട്ട് ചെയ്യണം. അവിടെ A5 എന്നാണ് വേണ്ടത്, ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ടെക്സ്റ്റ് A5 എന്നാണ് വേണ്ടത്. കൊട്ടേഷനിൽ ആ ഫോൺ നമ്പർ എങ്ങനെയാണോ ക്രമീകരിക്കേണ്ടത്, ഇപ്പോൾ 2 ഡിജിറ്റുകൾ ചേർത്തുകൊണ്ട് അവിടെ ഗ്യാപ്പ് നൽകിക്കൊണ്ടാണ് ഫോൺ നമ്പർ നമ്മളവിടെ ഫോർമാറ്റ് നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് ആ രീതിയിൽ തന്നെ നമുക്ക് ലഭിക്കുന്നു. 94 കഴിഞ്ഞിട്ട് സ്പേസ്, 47 കഴിഞ്ഞ് വീണ്ടും സ്പേസ്, 46 കഴിഞ്ഞ് സ്പേസ്, 75 കഴിഞ്ഞിട്ട് സ്പേസ്. ആ രീതിയിൽ 2 അക്കങ്ങൾ കഴിയുമ്പോൾ സ്പേസ് വരത്തക്ക രീതിയിലാണ് അവിടെ നമ്മൾ ആ ഫോർമാറ്റ്, ഫോൺ നമ്പറിൻ്റെ ഫോർമാറ്റ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ആ രൂപത്തിലായിരിക്കും നമുക്ക് റിസൾട്ട് ലഭിക്കുക. അപ്പോൾ ഈ രീതിയിൽ ഒരു പ്രത്യേക നമ്പറിനെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ടെക്സ്റ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഒരിക്കൽ കൂടി ഫോർമാറ്റ് ഓർക്കുക. ഈക്വൽ ടു ടെക്സ്റ്റ് ബ്രാക്കറ്റിൽ കൺവേർട്ട് ചെയ്യേണ്ട നമ്പർ അല്ലെങ്കിൽ ആ നമ്പറുള്ള സെൽ റെഫറൻസ് കൊടുക്കുക, കോമ ഇട്ടുകൊണ്ട് കൊട്ടേഷനിൽ അതിൻ്റെ ഫോർമാറ്റ് നൽകുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ദെൻ ദ സെക്കൻഡ് ടെക്സ്റ്റ് ഫംഗ്ഷൻ ഈസ് കോൺകാറ്റിനേറ്റ്. കോൺകാറ്റിനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കമ്പൈൻ ചെയ്യുക. പല സെല്ലിലുള്ള ഡേറ്റയെ ഒറ്റൊരു സെല്ലിലേക്ക് കമ്പൈൻ ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് കോൺകാറ്റിനേറ്റ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ദിസ് ഫംഗ്ഷൻ കമ്പൈൻസ് ടെക്സ്റ്റ് ഐറ്റംസ് ഓർ ഡിഫറെൻറ്റ് സെൽസ് ഇൻ എ സിംഗിൾ സെൽ. പല സെല്ലുകളായിട്ടുള്ള ടെക്സ്റ്റ് ഐറ്റത്തിനെ ഒരു സിംഗിൾ സെല്ലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് കോൺകാറ്റിനേറ്റ് എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. A maximum of 30 text items can be combined by using this function. അപ്പോൾ 30 വ്യത്യസ്ത സെല്ലുകളിലുള്ള ടെക്സ്റ്റ് ഐറ്റത്തിനെ ഒറ്റയൊരു സെല്ലിലേക്ക് കൊണ്ടുവരാൻ ഇതിലൂടെ കഴിയും. To give space between the text items, provide sufficient space in inverted comma. അപ്പോൾ നമ്മൾ ഓരോ ടെക്സ്റ്റ് ഐറ്റവും തമ്മിൽ അവിടെ സ്പേസ് ആവശ്യമുണ്ടെങ്കിൽ ആവശ്യമുള്ള സ്പേസ് കൊട്ടേഷനിൽ നൽകിക്കൊണ്ട് നമുക്കെന്താണ് അവിടെ സ്പേസ് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ സിൻടാക്സ് കൂടെ ശ്രദ്ധിക്കുക. ഈക്വൽ ടു കോൺകാറ്റിനേറ്റ്, കമ്പൈൻ ചെയ്യുന്ന ടെസ്റ്റുകൾ 1 by 1 ആയിട്ടോ അതിൻ്റെ സെൽ റെഫറൻസുകളോ കൊടുക്കുക. സെൽ റെഫറൻസ് ഓഫ് ദ ടെസ്റ്റ് ഐറ്റം മേ ഓൾസോ ബി യൂസ്ഡ് ഇൻ ദ ഫോർമുല. ഒരു ഉദാഹരണത്തിലൂടെ അത് എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ദ അഡ്രസ് ഓഫ് employees can be made available in a cell from the personal details entered in different cells of the worksheet. അപ്പോൾ നമുക്ക് എംപ്ലോയീസിൻ്റെ അഡ്രസ്സ് ഒരു സെല്ലിൽ ആവശ്യമുണ്ട്. എന്നാൽ അയാളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് പല സെല്ലുകളിൽ ലഭ്യമാണെങ്കിൽ ആ സെല്ലുകളിലുള്ള ഡേറ്റയെ കമ്പൈൻ ചെയ്തുകൊണ്ട് മറ്റൊരു സെല്ലിലേക്ക് നമുക്ക് അഡ്രസ്സ് പ്രൊവൈഡ് ചെയ്യാൻ കഴിയും. ഇവിടെ A2-ൽ രാജേഷ് പി എന്ന് പറയുന്ന ആളുടെ പേരും B2-ൽ റോസ്വില്ല എന്ന അയാളുടെ ഹൗസ് നെയിമും C2-ൽ നടക്കാവെന്നുള്ള ആ പോസ്റ്റ് ഓഫീസും ദെൻ ജില്ല D2-ലും നൽകിയിട്ടുണ്ട്, കോഴിക്കോട് എന്നുള്ളത്. എന്നാൽ മറ്റൊരു സെല്ലിൽ സേ ഫോർ എക്സാമ്പിൾ E2-ൽ അവിടെ അഡ്രസ്സ് നൽകണമെങ്കിൽ മറ്റേത് സെല്ലിൽ വേണമെങ്കിലും നമുക്ക് ഇവയെ കമ്പൈൻ ചെയ്തുകൊണ്ട് അഡ്രസ്സ് നൽകുന്നതിന് വേണ്ടിയിട്ട് കോൺകാറ്റിനേറ്റ് എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നോക്കുക. E2-ൽ അഡ്രസ്സ് നൽകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കോൺകാറ്റിനേറ്റ് ഉപയോഗിച്ചിരിക്കുന്നു. ഈക്വൽ ടു കോൺകാറ്റിനേറ്റ് A2 കോമ, അവിടെ പേരിന് ശേഷം സ്പേസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ കൊട്ടേഷനിൽ സ്പേസ് കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ അവ ചേർന്നായിരിക്കും അവിടെ റിസൾട്ടായിട്ട് അഡ്രസ് കോളത്തിൽ വരിക. അപ്പോൾ ഓരോ ടെസ്റ്റ് ഐറ്റവും തമ്മിൽ ഗ്യാപ്പ് ഉണ്ടാകാൻ വേണ്ടി എത്രമാത്രം സ്പേസ് അവ തമ്മിൽ ആവശ്യമുണ്ടോ അത്രയും സ്പേസ് കൊട്ടേഷനിൽ കൊടുത്തുകൊണ്ടാണ്
ഫോമുല നമ്മൾ ഡിസൈൻ ചെയ്യുക. അപ്പോൾ ഈ ഒരു കോൺകാറ്റിനേറ്റ് ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്താൽ അവിടെ E2 എന്നുള്ള ആ ഒരു കോളത്തിൽ E2 എന്നുള്ള ആ സെല്ലിൽ ഈ 4 ടെസ്റ്റ് ഐറ്റവും കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ട് അഡ്രസ്സായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ടെക്സ്റ്റ്, കോൺകാറ്റിനേറ്റ് തുടങ്ങിയ ടെസ്റ്റ് ഫങ്ഷൻസാണ് നമ്മൾ കണ്ടത്. തുടർന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്പ്രെഡ്ഷീറ്റ് ഫങ്ഷൻസിനെ കുറിച്ചാണ്. നെക്സ്റ്റ് കാറ്റഗറി ഓഫ് ഫങ്ഷൻസ് ആർ ദ സ്പ്രെഡ്ഷീറ്റ് ഫങ്ഷൻസ്. ലിബ്രെ ഓഫീസ് കാൽക്കിൽ ലഭ്യമായിട്ടുള്ള അടുത്ത കാറ്റഗറി ഓഫ് ഫങ്ഷൻസ് ആണ് സ്പ്രെഡ്ഷീറ്റ് ഫങ്ഷൻസ്. These functions are used for searching some details from a worksheet. അപ്പോൾ വർക്ക്ഷീറ്റിൽ ഏതെങ്കിലും ഒരു സെല്ലിലുള്ള കണ്ടൻറ്റ് നമുക്ക് റിട്രൈവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ആ കണ്ടൻറ്റ് എന്താണെന്ന് നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് സ്പ്രെഡ്ഷീറ്റ് ഫങ്ഷൻസ് സാധാരണ യൂസ് ചെയ്യാറ്. പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന സ്പ്രെഡ്ഷീറ്റ് ഫങ്ഷൻസ് ലുക്കപ്പ്, വി ലുക്കപ്പ്, എച്ച് ലുക്കപ്പ്, റോസ്, കോളംസ് തുടങ്ങിയ ഫങ്ഷൻസ്. ഇവ ഓരോന്നിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് കാണാം. ആദ്യമായിട്ട് നമുക്ക് ലുക്കപ്പ് ഫങ്ഷൻസിനെ കുറിച്ച് കാണാം. ലുക്കപ്പ് ഫങ്ഷൻ 2 വേർഷൻസ് ഉണ്ട്. 2 രീതിയിലുള്ള ലുക്കപ്പ് ഫങ്ഷൻസ് ഉണ്ട്. ദിസ് ഫങ്ഷൻ ഈസ് യൂസ്ഡ് ഫോർ സെർച്ചിങ് സർട്ടൻ വാല്യൂസ് ഫ്രം എ സ്പെസിഫൈഡ് ടേബിൾ. അപ്പോൾ നമ്മുടെ ടേബിളിൽ ഒരുപാട് വിവരങ്ങൾ നൽകിയിട്ടുണ്ടാവും. അതിൽ നിന്നും ഏതെങ്കിലും ഒരു വിവരം നമുക്ക് ആവശ്യമുള്ളത് സെർച്ച് ചെയ്ത് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ലുക്കപ്പ് ഫങ്ഷൻ യൂസ് ചെയ്യുന്നത്. നമ്മൾ പറയുണ്ടായി ഇറ്റ് ഹാസ് 2 സിൻടാക്സ് ഫോംസ്. ഇതിന് 2 സിൻടാക്സ് ഫോമുകളുണ്ട്. ഫസ്റ്റ് വൺ ഈസ് വെക്റ്റർ ഫോം ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് അരേ ഫോം. അപ്പോൾ വെക്റ്റർ ഫോമിലും അരേ ഫോമിലുമുള്ള സിൻടാക്സുകൾ ലുക്കപ്പിന് ലഭ്യമാണ്. 2 കോണ്ടെക്സ്റ്റുകളിൽ ഉപയോഗിക്കുന്നതാണ്. നമുക്ക് ആദ്യമായിട്ട് ലുക്കപ്പ്, വെക്റ്റർ ഫോമിലുള്ള ലുക്കപ്പ് നമുക്ക് പഠിക്കാം. ലുക്കപ്പ് ഇൻ വെക്റ്റർ ഫോം. വെക്റ്റർ ഫോമിലുള്ള ലുക്കപ്പ് ഫങ്ഷൻ. ഇറ്റ് ഈസ് യൂസ്ഡ് വെൻ വി നീഡ് ടു ലുക്ക് ഇൻ എ സിംഗിൾ റോ ഓർ എ കോളം. ഒരു സിംഗിൾ റോയിൽ അല്ലെങ്കിൽ ഒരു സിംഗിൾ കോളത്തിൽ അതിൽ നിന്നും ഡേറ്റയെ ലുക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെക്റ്റർ ഫോമിലുള്ള ലുക്കപ്പ് ഫങ്ഷൻ യൂസ് ചെയ്യുന്നത്. ഒരു സിംഗിൾ റോ അല്ലെങ്കിൽ ഒരു സിംഗിൾ കോളത്തിൽ ഉള്ള ഡേറ്റയെ സെർച്ച് ചെയ്ത് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ലുക്കപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വെക്റ്റർ ഫോമിലുള്ള ലുക്കപ്പ് ഫങ്ഷൻ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ സിൻടാക്സ് എന്ന് പരിചയപ്പെടാം. ഈക്വൽ ടു ലുക്കപ്പ് ബ്രാക്കറ്റിൽ സെർച്ച് കണ്ടീഷൻ കോമ സെർച്ച് വെക്റ്റർ കോമ റിസൾട്ട് വെക്റ്റർ. 3 ആർഗ്യുമെൻറ്റ്സ് ആണ്, അല്ലെങ്കിൽ 3 പാരാമീറ്റേഴ്സ് ആണ് ഈ സിൻടാക്സിൽ നൽകിയിരിക്കുന്നത്. വെക്റ്റർ ഫോമിൽ ലുക്കപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 3 പാരാമീറ്റേഴ്സ് ആണ്, അല്ലെങ്കിൽ 3 ആർഗ്യുമെൻറ്റ്സ് ആണ് അവിടെ ആ സിൻടാക്സിൽ നൽകേണ്ടത്. ആദ്യത്താണ് സെർച്ച് ക്രൈറ്റീരിയൻ. അപ്പോൾ നമ്മൾ സെർച്ച് ചെയ്യുന്ന കണ്ടീഷൻ എന്താണ്? സെർച്ച് ക്രൈറ്റീരിയൻ ഈസ് ദ വാല്യൂ ടു ബി സെർച്ച്ഡ്. നമ്മൾ ഏത് വാല്യൂവിനെ ബേസ് ചെയ്തുകൊണ്ടാണ് സെർച്ച് നടത്തേണ്ടത്. ആൻഡ് ഹിയർ ദ സെർച്ച് വെക്റ്റർ മീൻസ് ഇറ്റ് ഈസ് ദ റോ ഓർ കോളം ഏരിയ ടു ബി സെർച്ച്ഡ്. ഏത് റോയിലാണ് അല്ലെങ്കിൽ ഏത് കോളത്തിലാണോ സെർച്ച് ചെയ്യേണ്ടത് അതാണ് ഇവിടെ സെർച്ച് വെക്റ്റർ എന്ന് പറയുക. ആൻഡ് ഹിയർ ദ റിസൾട്ട് വെക്റ്റർ ഈസ് ദ റോ ഓർ കോളം ഏരിയ ഫ്രം വേർ ദ റിസൾട്ട് ഈസ് ടു ബി ടേക്കൺ. അപ്പോൾ ആ സെർച്ച് ക്രൈറ്റീരിയ ബേസ് ചെയ്തുകൊണ്ട് ഏത് റോയിലെ അല്ലെങ്കിൽ കോളത്തിലെ ഡീറ്റെയിൽസാണ് നമുക്ക് ലഭ്യമാക്കേണ്ടത്. ആ റോയിലെ അല്ലെങ്കിൽ കോളത്തിൽ നമ്മുടെ സെർച്ച് ചെയ്യുന്നതിന് കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നതിന് ആനുപാതികമായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്ന സെർച്ച് വെക്റ്ററിൽ ഏത് റിസൾട്ടാണ് നമുക്ക് വേണ്ടത്, ആ റിസൾട്ട് വെക്റ്റർ ആയിരിക്കും നമുക്ക് റിസൾട്ടായിട്ട് കാണിക്കുക. അപ്പോൾ സെർച്ച് ചെയ്യേണ്ട കണ്ടീഷനാണ് ഇവിടെ സെർച്ച് ക്രൈറ്റീരിയൻ ആയിട്ട് കൊടുക്കേണ്ടത്.
ദെൻ ഏത് റോയിൽ അല്ലെങ്കിൽ ഏത് കോളത്തിലാണ് സെർച്ച് ചെയ്യേണ്ടതെന്നാണ് സെർച്ച് വെക്റ്ററിൽ നൽകേണ്ടത്. ദെൻ എവിടെയുള്ള റിസൾട്ടാണ് കാണിക്കേണ്ടതെന്നാണ് റിസൾട്ട് വെക്റ്റർ പ്രതിപാദിക്കേണ്ടത്. ഈ 3 പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റ്സ് കൊടുത്തുകൊണ്ടാണ് നമുക്ക് വെക്റ്റർ ഫോമിൽ ലുക്കപ്പ് ചെയ്യാൻ കഴിയുക. ഒരു ഉദാഹരണത്തിലൂടെ അത് വിശദീകരിക്കാം. ഇവിടെ പ്രത്യേകിച്ചൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുള്ളത്, ദ വാല്യൂസ് ഇൻ ദ സെർച്ച് വെക്റ്റർ ഷുഡ് ബി അറേഞ്ച്ഡ് ഇൻ അസെൻഡിങ് ഓർഡർ. അത് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ലുക്കപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സെർച്ച് വെക്റ്റർ, നമ്മൾ ക്രൈറ്റീരിയ ആയിട്ട് ഉപയോഗിക്കുന്ന ആ സെർച്ച് വെക്റ്റർ എന്ന് പറയുന്നത് അസെൻഡിങ് ഓർഡറിലായിരിക്കണം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആ അസെൻഡിങ് ഓർഡർ അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് റിസൾട്ട് ലഭിക്കില്ല. അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ സെർച്ച് വെക്റ്ററായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എപ്പോഴും അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഉദാഹരണം നമുക്ക് നോക്കാം. ദ എംപ്ലോയീസ് നമ്പർ, ദർ നെയിംസ് ആൻഡ് സാലറി ആർ ഗിവൺ ഇൻ എ വർക്ക്ഷീറ്റ്. ഒരു വർക്ക്ഷീറ്റിൽ 3 കോളത്തിൽ 3 കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഒന്ന് എംപ്ലോയിയുടെ കോഡ് നമ്പർ, A2 മുതൽ A6 വരെ അത് നൽകിയിട്ടുണ്ട്. ദെൻ അവരുടെ നെയിംസ് B2 B6 നൽകിയിട്ടുണ്ട്. കറസ്പോണ്ടിങ് ആയിട്ട് അവർക്ക് ലഭിക്കുന്ന സാലറി C2 C6 നൽകിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ കണ്ടുപിടിക്കാം. ലുക്കപ്പിലൂടെ പല കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുന്നു. ഒന്നാമതായിട്ട് സാലറി ഓഫ് എംപ്ലോയീസ് വിത്ത് കോഡ് നമ്പർ 104 കോഡ് നമ്പറുള്ള എംപ്ലോയിയുടെ സാലറി എത്രയാണ്? അതായത് C2 C6 നിന്നും അവിടെ ആ റേഞ്ചിൽ നിന്നും അല്ലെങ്കിൽ ആ കോളത്തിൽ നിന്നും സാലറിയുടെ എമൗണ്ട് കണ്ടുപിടിക്കണം. അവിടെ A2 A6 കോഡ് നമ്പർ ഉള്ളത്. 104 കോഡ് നമ്പറുള്ള ആളുടെ സാലറി എത്രയാണെന്ന് നമുക്ക് കാണിച്ചു തരണം. രണ്ടാമതായിട്ട് നെയിം ഓഫ് എംപ്ലോയി വിത്ത് കോഡ് നമ്പർ 104. ഈ 104 നമ്പറുകാരൻ്റെ പേരെന്താണെന്ന് കണ്ടെത്തണം. ദെൻ സാലറി ഓഫ് എംപ്ലോയി വിത്ത് കോഡ് നമ്പർ 102. 102 കോഡ് നമ്പർ ആയിട്ടുള്ള ജീവനക്കാരൻ്റെ സാലറി എത്ര? ദെൻ അതുപോലെ 102 നമ്പറുകാരൻ്റെ പേരെന്താണ്? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് അവിടെ ലുക്കപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നു. അതായത് നമ്മുടെ വെക്റ്റർ ഫോമിലുള്ള ലുക്കപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്യാം. അവിടെ നൽകിയിരിക്കുന്ന ആ എക്സാമ്പിളിൽ 4 കാര്യങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നത് എങ്ങനെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ കണ്ടു, ആദ്യത്തെ കോളത്തിൽ ആ കോഡ് നമ്പർ ആയിട്ട് എംപ്ലോയിയുടെ നമ്പർ കൊടുത്തു. 101 മുതൽ 105 വരെ. നമുക്ക് അതിനെ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നു. അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇവിടെയൊക്കെയും നമ്മൾ എംപ്ലോയി നമ്പറിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ സെർച്ച് ചെയ്യുന്നത്. അവിടെ സെർച്ച് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അവിടെ 1ാമത്തെ കോളത്തിലാണുള്ളത്. അപ്പോൾ അതിലുള്ള നമ്പറുകൾ എങ്ങനെയായിരിക്കണം? അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തായിരിക്കണം. അതൊരു ന്യൂമറിക്കൽ ഡേറ്റയാണ്. അതിനെ അസെൻഡിങ് ഓർഡറിലായിരിക്കണം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ദെൻ രണ്ടാമത്തെ കോളത്തിൽ 5 ജീവനക്കാരുടെയും പേര് തന്നിട്ടുണ്ട്. ദെൻ 3ാമത്തെ കോളത്തിൽ സാലറി നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് 1ാമത്തെ ചോദ്യം 104 എംപ്ലോയി നമ്പർ ആയിട്ടുള്ള ആളുടെ സാലറി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുപയോഗിച്ച ഫോമുല എന്ന് ശ്രദ്ധിക്കുക. എയുടെ ആൻസറായിട്ട് അവിടെ നൽകിയിരിക്കുന്നത് ഡി കോളത്തിൽ ശ്രദ്ധിക്കുക. അവിടെ ഈക്വൽ ടു ലുക്കപ്പ്. അവിടെ നമ്മൾ സെർച്ച് ചെയ്യേണ്ടത് 104-നെയാണ്. 104-ൻ്റെ സാലറിയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അവിടെ സെർച്ച് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 104 നമ്മൾ സെർച്ച് ചെയ്യേണ്ട 104-നെയാണ്. ദെൻ അവിടെ റേഞ്ച് പറയണം. ആ സെർച്ച് വെക്റ്റർ ഏതാണെന്ന് പറയണം. ഏത് കോളത്തിലാണ് അല്ലെങ്കിൽ ഏത് റോയിലാണ് സെർച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ കോളത്തിലാണ് നമ്മൾ സെർച്ച് ചെയ്യേണ്ടത്. A2 മുതൽ A6 വരെയാണ് സെർച്ച് ചെയ്യേണ്ടത്. അതാണ് സെർച്ച് വെക്റ്റർ. എവിടെയുള്ള റിസൾട്ടാണ് കാണിക്കേണ്ടത്. അവിടെ റിസൾട്ട് വെക്റ്റർ എന്ന് പറയുന്നത് നമ്മൾ കണ്ടു സാലറിയാണ് കണ്ടുപിടിക്കേണ്ടത്. സാലറി എവിടെയുള്ളത്? C2 മുതൽ C6 വരെയാണുള്ളത്. അതുകൊണ്ടാണ്
അവിടെ റിസൾട്ട് വെക്റ്റർ C2:C6 വന്നത്. അവിടെ 3 വിവരങ്ങൾ കൊടുത്തതിന് ശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താണ്, അയാളുടെ സാലറി 20,000 ആണെന്ന് നമുക്ക് ഓട്ടോമാറ്റിക്കലി കണ്ടെത്താൻ കഴിയും. നമുക്ക് നോക്കിയാൽ തന്നെ അത് മനസ്സിലാവും. 104-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സാലറി എന്ന് പറയുന്നത് 20,000 ആണ്. അപ്പോൾ ഒരുപാട് ലാർജ് വോളിയൂം ഓഫ് ഡേറ്റയുള്ള വലിയ വർക്ക്ഷീറ്റുകളിൽ നിന്നും ഇത്തരം ഡീറ്റെയിൽസ് എളുപ്പത്തിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ലുക്കപ്പ് ഫങ്ഷൻസ് പ്രയോജനപ്പെടുക. വളരെ കുറച്ച് ഡേറ്റയുള്ളെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ നേരിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. എന്നാൽ നൂറുകണക്കിന് ഡേറ്റയുള്ള ഒരു വലിയ സ്പ്രെഡ്ഷീറ്റാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് ആവശ്യമുള്ള വിവരങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇത്തരം ലുക്കപ്പ് ഫങ്ഷൻസ് വളരെ പ്രയോജനകരമാണ്. ഇനി രണ്ടാമതായിട്ട് പറഞ്ഞിരിക്കാൻ നെയിം ഓഫ് എംപ്ലോയി വിത്ത് കോഡ് നമ്പർ 104 104 കോഡ് നമ്പറുള്ള എംപ്ലോയിയുടെ പേരെന്താണ്, അതാണ് ലുക്കപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ബി നോക്കുക, D3-യിലുള്ള ബി ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ലുക്കപ്പിൻ്റെ ഫോമുല നോക്കുക. ഈക്വൽ ടു ലുക്കപ്പ്. നമുക്ക് സെർച്ച് ചെയ്യേണ്ടത് സെർച്ച് വെക്റ്റർ 104 എന്നുള്ളതാണ്. നമ്മൾ സെർച്ച് ചെയ്യേണ്ട 104-ൻ്റെ നെയിമാണ്. അപ്പോൾ 104 കൊടുത്തു, കോമ. അപ്പോൾ അവിടെ സെർച്ച് ചെയ്യേണ്ടത് എവിടെയാണ്, A2 മുതൽ A6 വരെയാണ് അതുള്ളത്, എംപ്ലോയി നമ്പർ ഉള്ളത്, അവിടെയാണ് സെർച്ച് ചെയ്യേണ്ടത്. എന്നിട്ട് എവിടെയുള്ള അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എവിടെയുള്ള റിസൾട്ട് കാണണം, അതായത് നെയിമുള്ളത് B2 മുതൽ B6 വരെയാണ്. അപ്പോൾ ആ റിസൾട്ട് വെക്റ്ററിൽ നിന്നും 104-ൻ്റെ പേര് ഡിസ്പ്ലേ ചെയ്യിക്കണം. അപ്പോൾ അവിടെ നമുക്ക് ഡെന്നിസ് എന്നുള്ള ആ 104 എംപ്ലോയിയുടെ പേര് നമുക്ക് ഡിസ്പ്ലേ ചെയ്യിക്കും. ഇനി മൂന്നാമതായിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് 102 കോഡ് നമ്പറുള്ള എംപ്ലോയിയുടെ സാലറിയാണ്. അപ്പോൾ അവിടെ സെർച്ച് ചെയ്യേണ്ടത് 102 102 നമ്മൾ സെർച്ച് ചെയ്യേണ്ട കാര്യം. ആ സെർച്ച് ക്രൈറ്റീരിയ 102 എന്നുള്ളതാണ്. ദെൻ സെർച്ച് ചെയ്യേണ്ട വെക്റ്റർ എന്ന് പറയുന്നത് A2 A6 ആണ്. ഇനിയും റിസൾട്ട് എവിടെ നിന്നാണ് നമ്മൾ എടുക്കേണ്ടത്, C2 മുതൽ C6 വരെ സാലറി ഉള്ളിടത്തു നിന്നാണ്. അപ്പോൾ അവിടെ 40,000 എന്ന് നമുക്ക് ആൻസർ കിട്ടും. നാലാമതായി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കോഡ് നമ്പർ 102 ആയിട്ടുള്ള എംപ്ലോയിയുടെ പേരാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ D5-ൽ ഫോമുല നൽകുന്നു. ഈക്വൽ ടു ലുക്കപ്പ്. അവിടെ സെർച്ച് ചെയ്യേണ്ട ക്രൈറ്റീരിയൻ 102 എന്നുള്ളതാണ്, കോമ. സെർച്ച് ചെയ്യേണ്ട വെക്റ്റർ A2 A6-ലാണ്. കോഡ് നമ്പർ ഉള്ളത് A2 A6-ലാണ്, കോമ. നമ്മൾ സെർച്ച് ചെയ്യേണ്ട പേരാണ്, നെയിമാണ്, ആ എംപ്ലോയിയുടെ നെയിമാണ്. നെയിമുള്ളത് B2 B6-ലാണ്. സോ കോമേറ്റ് B2 B6 ബ്രൈറ്റ് ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 102 എംപ്ലോയി കോഡായിട്ടുള്ള വ്യക്തിയുടെ നെയിമായിട്ടുള്ള ബിജുമോൻ എന്ന റിസൾട്ട് ലഭിക്കുന്നു. ഈ രീതിയിൽ ഒരു സിംഗിൾ റോ അല്ലെങ്കിൽ കോളത്തിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള വിവരങ്ങൾ ലുക്കപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വെക്റ്റർ ഫോമിലുള്ള ലുക്കപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. തുടർന്ന് നമുക്ക് അറേ ഫോമിലുള്ള ലുക്കപ്പ് ഫംഗ്ഷൻ നോക്കാം. ദിസ് ഫംഗ്ഷൻ ലുക്സ് ഇൻ ദ ഫസ്റ്റ് കോളം ഓഫ് എ ടേബിൾ ആൻഡ് റിട്ടേൺസ് ഇറ്റ്സ് കറസ്പോണ്ടിങ് വാല്യൂ ഇൻ ദ ലാസ്റ്റ് കോളം. അറേ ഫോമിലുള്ള ലുക്കപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് ഒരു ടേബിളിലെ ഫസ്റ്റ് കോളത്തെ ബേസ് ചെയ്തുകൊണ്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ലാസ്റ്റ് കോളത്തിലുള്ള വിവരങ്ങൾ ലുക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ അറേ എന്ന് ഉദ്ദേശിക്കുന്നത് വിവിധ കോളം അല്ലെ റോ ഉൾക്കൊള്ളുന്ന ഒരു ടേബിളിനാണ്. ഹിയർ അറേ മീൻസ് എ ടേബിൾ കൺസിസ്റ്റിംഗ് ഓഫ് സെവറൽ റോസ് ആൻഡ് കോളംസ്. ഇതിൻ്റെ സിൻടാക്സിലേക്ക് നമുക്ക് കടക്കാം. ഈക്വൽ ടു ലുക്കപ്പ്, 2 പാരാമീറ്റേഴ്സ് ആണുള്ളത്, ലുക്കപ്പ് വാല്യൂ ആൻഡ് അറേ. ലുക്കപ്പ് വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ ഏത് വാല്യൂ ആണ് ലുക്കപ്പ് ചെയ്യേണ്ടത്, അതായത് ഫസ്റ്റ് കോളത്തിലുള്ള ആ ടേബിളിലെ ഫസ്റ്റ് കോളത്തിലുള്ള ഏത് വാല്യൂ ആണ് നമ്മൾ ലുക്കപ്പ് ചെയ്യുന്നത്.
അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ലാസ്റ്റ് കോളത്തിലുള്ള വാല്യൂ ആയിരിക്കും റിസൾട്ടായിട്ട് ലഭിക്കുക. അപ്പോൾ ആ ടേബിളിൻ്റെ റേഞ്ചാണ് അറേ എന്നിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലുക്കപ്പ് ചെയ്യേണ്ട വാല്യൂ കൊടുക്കുക, അത് ഫസ്റ്റ് കോളത്തിലുള്ള ആ ടേബിളിലെ ഫസ്റ്റ് കോളത്തിലുള്ള ഒരു വാല്യൂ ആയിരിക്കും. ദെൻ അതിനുശേഷം നമ്മൾ ആ ടേബിൾ റേഞ്ച് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ ആ ടേബിളിൻ്റെ ലാസ്റ്റ് കോളത്തിലുള്ള നമ്മൾ ലുക്കപ്പ് ചെയ്യാൻ നൽകുന്ന വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വിവരം ലഭ്യമാക്കുന്നതാണ്. ഉദാഹരണങ്ങളിലൂടെ അത് കൂടുതൽ വിശദീകരിക്കാം. 5 കുട്ടികളുടെ സ്കോറും ഗ്രേഡുമാണ് ഒരു ടേബിൾ നൽകിയിരിക്കുന്നത് വിചാരിക്കുക. അവിടെ ആദ്യ കുട്ടിയുടെ സ്കോറ് നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. അതുപോലെ ആദ്യ കുട്ടിയുടെ ഗ്രേഡ് ലഭിക്കണം. ദെൻ ലാസ്റ്റ് സ്റ്റുഡൻറ്റിൻ്റെ സ്കോറും ലാസ്റ്റ് സ്റ്റുഡൻറ്റിൻ്റെ ഗ്രേഡും ലഭിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അറേ ഫോമിലുള്ള ലുക്കപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഒരു ടേബിളാണ് നൽകിയിട്ടുള്ളത്. കുട്ടികളുടെ പേര്, സ്കോറ്, ഗ്രേഡ്, ഈ 3 വിവരങ്ങളാണ് ലഭ്യമാക്കിയിട്ടുള്ളത്. ഉദാഹരണമായിട്ട് ഒന്നാമത്തെ കേസിൽ ഫസ്റ്റ് സ്റ്റുഡൻറ്റിൻ്റെ സ്കോറാണ് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് സ്റ്റുഡൻറ്റിൻ്റെ സ്കോറ് നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നത് A2-ലാണുള്ളത്. അതുകൊണ്ട് അവിടെ A2 എന്ന് ആദ്യം നമ്മൾ സ്പെസിഫൈ ചെയ്തു. അതിനുശേഷം അരേ, ഇവിടെ അരേ എന്ന് പറയുന്നത് നെയിമും സ്കോറും ഉൾക്കൊള്ളുന്ന ഒരു ഏരിയയാണ്. കാരണം ലാസ്റ്റ് കോളത്തിലുള്ളതാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ലാസ്റ്റ് കോളം വരത്തക്ക രീതിയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അവിടെ അരേ സ്പെസിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ A2 B6 എന്ന് പറയുന്ന ആ ഒരു അരേ സ്പെസിഫൈ ചെയ്തെങ്കിൽ മാത്രമേ നമുക്കെന്താണ് അവിടെ ബി കോളത്തിലാണ് സ്കോർ ഉള്ളത്, ആ ബി കോളത്തിൽ നിന്നുള്ള സ്കോർ നമുക്ക് ലഭിക്കുകയുള്ളൂ. എന്നാൽ അതിന് രണ്ടാമത്തെ കേസിൽ ഗ്രേഡാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ അവിടെ അരയുടെ സ്പെസിഫിക്കേഷനിൽ മാറ്റം വരും. അവിടെ നമുക്ക് ഒന്നാമത്തെ കുട്ടിയുടെ ഗ്രേഡാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ അവിടെ A2, A2 C6 എന്നുള്ള ആ റേഞ്ച് അവിടെ സ്പെസിഫൈ ചെയ്യണം. കാരണം അവിടെ ഗ്രേഡ് ലാസ്റ്റ് കോളത്തിൽ വരത്തക്ക രീതിയിൽ ആണ് അവിടെ നമ്മൾ അരേ സ്പെസിഫൈ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആ ടേബിൾ റേഞ്ച് സ്പെസിഫൈ ചെയ്യേണ്ടത്. ഇനിയും തേർഡ് കേസിൽ ലാസ്റ്റ് സ്റ്റുഡൻറ്റിൻ്റെ സ്കോർ കണ്ടുപിടിക്കണം. ലാസ്റ്റ് സ്റ്റുഡൻറ്റിൻ്റെ സ്കോർ കണ്ടുപിടിക്കേണ്ടപ്പോൾ അവിടെ ലാസ്റ്റ് സ്റ്റുഡൻറ്റിൻ്റെ സെൽ റെഫറൻസ് എന്ന് പറയുന്നത് അവിടെ A6 ആണ്. അപ്പോൾ A6 നമ്മൾ സ്പെസിഫൈ ചെയ്തതിന് ശേഷം അരേ നൽകുന്നു. അവിടെ A2 B6 എന്നുള്ള അരയാണ്, കാരണം സ്കോറാണ് കണ്ടുപിടിക്കേണ്ടത്. ലാസ്റ്റ് കോളം സ്കോറിൻ്റെ വരത്തക്ക രീതിയിലാണ് അരേ അവിടെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി D എന്ന് പറയുന്നത് ഗ്രേഡ് ഓഫ് ലാസ്റ്റ് സ്റ്റുഡൻ്റ് ആണ്. A6-ലാണ് ലാസ്റ്റ് സ്റ്റുഡൻറ്റ് ഉള്ളത്. അപ്പോൾ ആ A6-ലുള്ള ആ സ്റ്റുഡൻറ്റിൻ്റെ അവിടെ ഗ്രേഡാണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് ഗ്രേഡ് വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഗ്രേഡ് ലാസ്റ്റ് കോളം ആകുന്ന രീതിയിലുള്ള അരയാണ് അവിടെ സ്പെസിഫൈ ചെയ്യേണ്ടത്. A2 C6 എന്ന് പറയുന്ന അരയാണ് അവിടെ സ്പെസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു ടേബിളിൽ ഫസ്റ്റ് കോളത്തിലുള്ള ഒരു ക്രൈറ്റീരിയ വെച്ചുകൊണ്ട് ലാസ്റ്റ് കോളത്തിലുള്ള അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ലാസ്റ്റ് കോളത്തിലുള്ള ഡേറ്റയെ ഡിസ്പ്ലേ ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് ലുക്കപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് അരേ ഫോമിലുള്ള ലുക്കപ്പ്. അപ്പോൾ ഇത്തരത്തിൽ സാധാരണ ലുക്കപ്പ് ഫംഗ്ഷന് 2 ഫോർമാറ്റുകളിൽ ഉപയോഗിക്കാറുണ്ട്. ഒന്ന് വെക്റ്റർ ഫോമിൽ. വെക്റ്റർ ഫോം ഉപയോഗിക്കുന്നത് ഏതെങ്കിലും ഒരു സിംഗിൾ റോ അല്ലെങ്കിൽ ഒരു കോളത്തിൽ നിന്നും ഡേറ്റയെ ലുക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ അരേ ഫോം എന്ന് പറയുമ്പോൾ ഒരു ടേബിളിൽ നിന്നാണ് ലുക്കപ്പ് ചെയ്യേണ്ടതെങ്കിൽ ആ ടേബിളിൻ്റെ ഫസ്റ്റ് കോളത്തെ ബേസ് ചെയ്തുകൊണ്ട് ആ ടേബിളിൻ്റെ ലാസ്റ്റ് കോളത്തിലുള്ള ഒരു ഇൻഫർമേഷനാണ് നമുക്ക് ലുക്കപ്പ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു ഡേറ്റയാണ് നമുക്ക് ലുക്കപ്പ് ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ അരേ ഫോമിലുള്ള ലുക്കപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നു. തുടർന്നുള്ള സ്പ്രെഡ്ഷീറ്റ് ഫങ്ഷൻസ് അടുത്തൊരു ക്ലാസ്സിൽ നമുക്കിനി കാണാം. അടുത്തൊരു ക്ലാസ്സിൽ കാണുന്നതുവരെ എല്ലാവർക്കും വിട. താങ്ക് യു ഓൾ. Thank you for watching this video.